ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മൌറീഷ്യസിൽ എത്തും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും. ഗുരുഗ്രാമിൽ രാജ്യവ്യാപകമായി 112 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരിപ്പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള മലബാറിലെ ആദ്യ 6-വരിപ്പാതയും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് വൈദ്യുതി ശേഷി ഇരട്ടിയോളം വർദ്ധിച്ചുവെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗ്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മൌറീഷ്യസിൽ എത്തും. മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ പരിശീലന സ്ക്വാഡ്രണിലെ 2 കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയുടെ ഒരു സംഘവും ആഘോഷത്തിൽ പങ്കുചേരും. മൌറീഷ്യസ് പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് രൂപനുമായും പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നൌദുമായും രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും. മൌറീഷ്യസ് നാഷണൽ അസംബ്ലി സ്പീക്കർ, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിനിടെ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും. ഗുരുഗ്രാമിൽ രാജ്യമെമ്പാടുമുള്ള 112 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. 1 ലക്ഷം കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ഇത്. രാജ്യത്തെ ദേശീയപാതാ ശൃംഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പദ്ധതിയാണ് ഇത്. ഒപ്പം സാമൂഹ്യ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കും. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരിപ്പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള 6-വരിപ്പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു രാവിലെ ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് ഉദ്ഘാടന പരിപാടി നടക്കുക. 2796 കോടി രൂപയുടെ പദ്ധതികൾക്ക് 35 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കും. രാവിലെ തലശ്ശേരിക്കടുത്ത് ചോനാടത്ത് സജ്ജമാക്കിയ വേദിയിലെ വലിയ സ്ക്രീനിൽ ഉദ്ഘാടന ചടങ്ങ് പ്രദർശിപ്പിക്കും. സ്പീക്കർ എൻ ഷംസീർ, മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവർ സംബന്ധിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയാകും. കാര്യവട്ടത്തെ ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ രാവിലെയാണ് പരിപാടി. ന്യൂഡൽഹിയിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന നമോ ഡ്രോൺ ദീദീസിന്റെ സശക്തി നാരി വികസിത് ഭാരത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള കാർഷിക ഡ്രോൺ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിക്കും. ഗ്രാമീണ കാർഷിക മേഖലയിലെ വനിതകൾക്ക് പ്രധാനമന്ത്രി 1000 ഡ്രോണുകൾ കൈമാറും. ഗ്രാമീണ വനിതകളിൽ സാമ്പത്തിക ശാക്തീകരണവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. ബാങ്ക് ബന്ധിത ക്യാമ്പുകൾ വഴി സബ്സിഡി നിരക്കിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് 8000 കോടി രൂപയുടെ ബാങ്ക് വായ്പയും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും രാജസ്ഥാനും സന്ദർശിക്കും. അഹമ്മദാബാദിൽ 85,000-ലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യും. സബർമതി ആശ്രമത്തിൽ കൊച്ച്റബ് ആശ്രമം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗാന്ധി ആശ്രമ സ്മാരകത്തിന്റെ മാസ്റ്റർ പ്ലാനും പുറത്തിറക്കും. ഉച്ചയ്ക്ക് രാജസ്ഥാനിലെ പൊഖ്രാനിൽ തദ്ദേശീയ പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്ന ഭാരത് ശക്തി പ്രകടനം വീക്ഷിക്കും. വൈദ്യുതി ഇല്ലാതെ ഒരു വികസനവും സാധ്യമല്ലെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് വൈദ്യുതി ശേഷി ഇരട്ടിയോളം വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വൈദ്യുതി മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ചരിത്രപരമാണെന്നും മന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ ബരേദി സൌരോർജ്ജ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബരേദി സൌരോർജ്ജ പദ്ധതി ഊർജ്ജ മേഖലയുടെ വികസനത്തിന് ശക്തി പകരാൻ സഹായിക്കുമെന്നും സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം കാർഷിക മേഖലയിലും സൌരോർജ്ജത്തിന്റെ ഉപയോഗം സർക്കാർ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം 2024ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം പൂജപ്പുര സർക്കാർ UP സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി വളർന്നതിന്റെ ജനകീയ വിലയിരുത്തലിനുള്ള അവസരമായാണ് സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. ദേശീയപാത 66-ലെ ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നു രാവിലെ മാഹി
കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് റോഡ് ഷോ നടത്തും. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ച ഗാമിനി എന്ന ചീറ്റപ്പുലി 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു റിപ്പോർട്ട്. ഗാമിനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതിലൂടെ ഇന്ത്യയിൽ ജനിച്ച ചീറ്റക്കുഞ്ഞുങ്ങളുടെ എണ്ണം 13ആയി. ഗാമിനിക്ക് 5 വയസ്സോളം പ്രായമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിച്ച ചീറ്റപ്പുലി ആദ്യമായാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. ചീറ്റപ്പുലികൾക്ക് ജീവിക്കാനുള്ള മികച്ച പരിസ്ഥിതി ഒരുക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വെറ്ററിനറി ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അഭിനന്ദിച്ചു. നിലവിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുനോ ദേശീയോദ്യാനത്തിൽ 26 ചീറ്റപ്പുലികളാണ് ഉള്ളത്. രാജ്യത്ത് വംശനാശം വന്ന ചീറ്റപ്പുലികളെ തിരികെ കൊണ്ടുവരുന്നതിനായി നമീബിയയിൽ നിന്ന് 8 ചീറ്റകളെ 2022 സെപ്റ്റംബറിൽ രാജ്യത്ത് എത്തിച്ചിരുന്നു. 2023 ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെ എത്തിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോക്പാൽ അധ്യക്ഷനായി ജസ്റ്റിസ് AM ഖാൻവിൽക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നേരത്തെ സുപ്രീംകോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സാങ്കേതിക വിദ്യാ കേന്ദ്രം കേന്ദ്രമന്ത്രി നാരായൺ റാണെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സിന്ധുദുർഗ് ഔദ്യോഗിക മഹോത്സവവും സ്വയം തൊഴിൽ സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 20 സാങ്കേതിക വിദ്യാ കേന്ദ്രങ്ങളും 100 വിപുലീകരണ കേന്ദ്രങ്ങളും രാജ്യവ്യാപകമായി സ്ഥാപിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇത്. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 42 സ്ഥാനാർത്ഥികളുടെ പട്ടിക തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി പ്രഖ്യാപിച്ചു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന ജനഗർജൻ സഭ എന്ന മെഗാ റാലിയിലാണ് പ്രഖ്യാപനം. മഹുവ മൊയ്ത്ര, സയോണി ഘോഷ്, ഗോപാൽ ലാംബ, അഭിഷേക് ബാനർജി, ശത്രുഘ്ൻ സിൻഹ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഥാൻ എന്നിവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഹോമിയോപ്പതി കോളേജ് ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലെ ജസ്രോദ മേഖലയിൽ സ്ഥാപിക്കും. 80 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കേന്ദ്രാവിഷ്കൃത കോളേജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഹോമിയോപ്പതി കോളേജ് കത്വയിൽ ലഭ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ. 2014 മുതൽ 2024 വരെയുള്ള കണക്കുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യ സെല്ലുലാർ ആന്റ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന മൊബൈൽ ഫോണുകളുടെ 3% മാത്രമാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ മുനിസിപ്പൽ കോർപ്പറേഷന്റെ 482 കോടി രൂപയുടെ 253 വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ നിർവഹിച്ചു. വ്യക്തികളുടെയും നഗരങ്ങളുടെയും പുരോഗതിക്കായി സാങ്കേതിക വിദ്യയെ ആധുനിക കാലഘട്ടത്തിൽ സ്മാർട്ട് ആക്കേണ്ടതിന്റെ ആവശ്യകതയെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇന്റഗ്രേറ്റഡ് കൺട്രോൾ ആന്റ് കമാൻഡ് സെന്ററിന്റെ ഉദ്ഘാടനവും 34 ശുചിത്വ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. രാജസ്ഥാനിൽ 2 മുൻ മന്ത്രിമാർ ഉൾപ്പെടെ 25 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേർന്നു. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ CP ജോഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവർ ബിജെപിയിൽ ചേർന്നത്. 96ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ ആരംഭിച്ചു. മികച്ച സഹനടനുള്ള പുരസ്കാരം റോബർട്ട് ഡൌണി ജൂനിയർ കരസ്ഥമാക്കി. ഓബൺ ഹെയ്മർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ദി ഹോൾഡ് ഓവേഴ്സിലെ പ്രകടനത്തിന് ഡിവൈൻ ജോയി മികച്ച സഹനടിയായി. സൌദി അറേബ്യയിൽ മാസപ്പിറ കണ്ടതിനെ തുടർന്ന് റമദാൻ വ്രതം ഇന്നു മുതൽ ആരംഭിക്കും. ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലും ഇന്നു മുതലാണ് റമദാൻ വ്രതം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഇന്ന് മാസപ്പിറ കണ്ടാൽ നാളെ മുതൽ വ്രതം ആരംഭിക്കും. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ ജോഡി സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഫൈനലിൽ തായ്വാൻ സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ മോഹൻ ബഗാന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മൌറീഷ്യസിൽ എത്തും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും. ഗുരുഗ്രാമിൽ രാജ്യവ്യാപകമായി 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ദേശീയപാത 66-ൽ മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള 4-വരിപ്പാതയും തലശ്ശേരി മുതൽ മാഹി ബൈപ്പാസ് വരെയുള്ള മലബാറിലെ ആദ്യ 6-വരിപ്പാതയും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് വൈദ്യുതി ശേഷി ഇരട്ടിയോളം വർദ്ധിച്ചുവെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.